മാക്രോ എക്കണോമിക്സിലെ ചാപ്റ്റർ 5 ഏതാണ്? ഗവൺമെന്റ് ബഡ്ജറ്റ് ആൻഡ് ദ എക്കണോമി അല്ലെ. നമ്മൾ എക്കണോമിക്സിനെ സെക്ടേഴ്സ് വൈസ് ആയിട്ട് ക്ലാസിഫൈ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. 2 സെക്ടർ എക്കണോമി, 3 സെക്ടർ എക്കണോമി, 4 സെക്ടർ എക്കണോമി എന്ന് പഠിക്കും. 2 സെക്ടർ എക്കണോമി പറയുമ്പോൾ എന്താണ്? ഹൗസ് ഹോൾഡും പിന്നെ ഫേമും വരും. 3 സെക്ടർ ആകുമ്പം പ്ലസ് ആര് വരും? ഗവൺമെന്റ് വരും. 4 സെക്ടർ ആകുമ്പം ഏത് വരും? നമ്മുടെ ഔട്ട്സൈഡ് അല്ലെ, ഫോറിൻ സെക്ടർ കൂടെ അവിടെ വരുന്നു. അപ്പം 3 സെക്ടർ എക്കണോമി അതായത് ഹൗസ് ഹോൾഡ്, ഫേം മാത്രമല്ല ഇവരെ റെഗുലേറ്റ് ചെയ്യാൻ ഗവൺമെന്റിലൂടെ ഉള്ള ഒരു എക്കണോമി, ഗവൺമെന്റിലുള്ള 3 സെക്ടർ എക്കണോമിയെ പറ്റിയാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. അപ്പം എന്താണ് ഈ ബഡ്ജറ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ? ബഡ്ജറ്റ് എന്താ? ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബഡ്ജറ്റ് നമ്മൾ എപ്പോഴും കേൾക്കുന്ന ഒരു കാര്യം അല്ലേ. നമ്മുടെ നിർമ്മല സീതാരാമൻ ജി ഇങ്ങനെ കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേന് അടുത്ത മാസം 1-2 തീയതി നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുകയാണ്. ഫെബ്രുവരി 2 ബഡ്ജറ്റ് അനൗൺസ് ചെയ്യുകയാണ്. 2025 ബഡ്ജറ്റ് വരുന്ന ആനുവൽ ബഡ്ജറ്റ്. അപ്പൊ എന്താണ് ഈ ബഡ്ജറ്റ് പറയുന്നത്? എ ബഡ്ജറ്റ് ഈസ് ആൻ ആനുവൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് ദ എസ്റ്റിമേറ്റഡ് റെസീപ്റ്റ് ആൻഡ് എക്സ്പെൻഡിച്ചർ ഓഫ് ഗവൺമെന്റ് ഓവർ ദ ഫിസിക്കൽ ഇയർ. അതായത് ഇനി അപ്കമിങ് ആയിട്ടുള്ള ഒരു ഫിസിക്കൽ ഇയർ ഫിനാൻഷ്യൽ ഇയർ എന്താണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 നെക്സ്റ്റ് ഇയർ വരെയുള്ള ഒരു ഫിസിക്കൽ ഇയറിൽ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചേഴ്സും ഗവൺമെന്റിന്റെ റെസിപ്റ്റും എന്താണ് എസ്റ്റിമേറ്റ് ചെയ്തൊരു സ്റ്റേറ്റ്മെന്റ്. അതായത് ഇനി വരുന്ന വർഷം 2025-26 ഫൈനാൻഷ്യൽ ഇയറിൽ ഗവൺമെന്റിന് ലഭിക്കുമെന്ന് അല്ലെങ്കിൽ കിട്ടും, റിസീവ് ചെയ്യുമെന്ന് നമ്മൾ കരുതുന്ന ഇൻകവും അതുപോലെ ഉണ്ടാകാൻ സാധ്യതയുള്ള എക്സ്പെൻഡിച്ചേഴ്സിനെ പറ്റിയുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു പ്രൊജക്റ്റഡ് സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു എസ്റ്റിമേറ്റ് അല്ലെ. എന്തിനെ പറ്റിയുള്ള എസ്റ്റിമേറ്റ് ആണ്? ഗവൺമെന്റിന് ഉണ്ടാകുന്ന എക്സ്പെൻഡിച്ചേഴ്സ് എന്തൊക്കെയാണ്, ഗവൺമെന്റിന്റെ ഇൻകം എന്തൊക്കെയാണ്, അതിനെ പറ്റിയുള്ള ഒരു എസ്റ്റിമേറ്റ്, ഒരു ഫോർകാസ്റ്റ് ആണ്. കഴിഞ്ഞ കാര്യമാണ്. നമ്മൾ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യുന്നത് എങ്ങനെയാ? പാസ്റ്റ്, കഴിഞ്ഞ കാര്യങ്ങളെ പറ്റി റെക്കോർഡ് ചെയ്യുക. ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഫ്യൂച്ചർ ആണ്. ഇനി വരുന്ന വർഷം ഗവൺമെന്റിന് ആന്റിസിപ്പേറ്റ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചേഴ്സ് എന്തൊക്കെയാണ്, ഗവൺമെന്റ് ഉണ്ടാകാൻ പോകുന്ന ഇൻകംസ് എന്തൊക്കെയാണ് എന്നതിനെ പറ്റിയുള്ള ഒരു ഗവൺമെന്റിന്റെ പ്ലാൻ, ഫ്യൂച്ചറിനെ പറ്റി ഒരു പ്ലാൻ ആണ് എന്ത്? ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ, ആനുവൽ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ആനുവൽ സ്റ്റേറ്റ്മെന്റ് എന്ന് വിളിക്കും. കാരണം ഒരു വർഷത്തേക്കുള്ളതാണ്, നെക്സ്റ്റ് ഒരു ഇയറിലേക്കുള്ളതാണ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ. ഓക്കെ, ബഡ്ജറ്റിന്റെ ക്ലാസിഫിക്കേഷൻ. ബഡ്ജറ്റ് കുറേ ടൈപ്സ് ഉണ്ട്. ഏതൊക്കെ ടൈപ്പാണ് ബഡ്ജറ്റ് ഉള്ളത്? ഗവൺമെന്റ് ബഡ്ജറ്റിനെ നമുക്ക് ക്ലാസിഫൈ ചെയ്യാൻ പറ്റുന്നത് റവന്യൂ ബഡ്ജറ്റ് എന്നും ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്നും ക്ലാസിഫൈ ചെയ്യാം. റവന്യൂ ബഡ്ജറ്റ് എന്നും ക്യാപിറ്റൽ ബഡ്ജറ്റ് എന്നും ക്ലാസിഫൈ ചെയ്യാനായിട്ട് പറ്റുന്നു. റവന്യൂ ബഡ്ജറ്റിനെ ഫർദർ ക്ലാസിഫൈ ചെയ്യുന്നു. റവന്യൂ റെസീപ്റ്റ് എന്നും റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും ക്ലാസിഫൈ ചെയ്യുന്നു. റവന്യൂ റെസീപ്റ്റ് എന്നും റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നും ക്ലാസിഫൈ ചെയ്യുന്നു. റവന്യൂ റെസീപ്റ്റുകളെ ടാക്സ് റവന്യൂ എന്നും നോൺ ടാക്സ് റവന്യൂ എന്നും ക്ലാസിഫൈ ചെയ്യുന്നു. മടുത്തില്ല അവർക്ക്, വീണ്ടും ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നു. ടാക്സ് റവന്യൂവിനെ ഡയറക്റ്റ് ടാക്സ് എന്നും ഇൻഡയറക്റ്റ് ടാക്സ് എന്നും ക്ലാസിഫൈ ചെയ്യുന്നു. ഓക്കെ, ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഓരോന്നും നമുക്ക് പഠിക്കാനുണ്ട്. ക്യാപിറ്റൽ ബഡ്ജറ്റിന്റെ ക്ലാസിഫിക്കേഷൻ എങ്ങനെയാണ്? ക്യാപിറ്റൽ റെസീപ്റ്റ് എന്നും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും ക്ലാസിഫൈ ചെയ്യുന്നു. ക്യാപിറ്റൽ റെസീപ്റ്റ് എന്നും ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്നും ക്ലാസിഫൈ ചെയ്യുന്നു. നമുക്ക് ഓരോന്ന് നോക്കാം. എന്തൊക്കെയാണ് ഇവരൊക്കെ? ആരൊക്കെയാണ്? റവന്യൂ റെസീപ്റ്റ്. ഗവൺമെന്റ് ബഡ്ജറ്റ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ 2. ഏതൊക്കെയാണ്? റവന്യൂ ബഡ്ജറ്റും ക്യാപിറ്റൽ ബഡ്ജറ്റും. റവന്യൂ ബഡ്ജറ്റിൽ എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റവന്യൂ ഐറ്റംസ് വരുന്നതാണ്. റവന്യൂ റെസീപ്റ്റ്, റവന്യൂ ഐറ്റംസ്. റവന്യൂ ബഡ്ജറ്റും ക്യാപിറ്റൽ ബഡ്ജറ്റും. റവന്യൂ ബഡ്ജറ്റിലെ ഐറ്റമാണ് റവന്യൂ റെസീപ്റ്റ്. എന്താണ് റവന്യൂ റെസീപ്റ്റ്? എനി റെസീപ്റ്റ് ദാറ്റ് does not either create a liability or lead to reduction in an asset is called revenue receipt. അതായത് ഇപ്പം ഫോർ എക്സാമ്പിൾ ഞാനൊരു ലോൺ എടുത്തു കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? ഞാനൊരു ലോൺ എടുക്കുമ്പം എൻ്റെ കയ്യിലേക്ക് എന്ത് വരുന്നു? ക്യാഷ് വരുന്നു. ലോൺ എടുത്തു കഴിയുമ്പോൾ എൻ്റെ ക്യാഷ് വരുന്നു. ക്യാഷ് വരുന്ന പറഞ്ഞാൽ എൻ്റെ ഒരു അസറ്റ് കൂടി അല്ലേ, എൻ്റെ ഒരു അസറ്റ് അവിടെ കൂടി. ഞാൻ ലോൺ എടുത്തു കഴിയുമ്പം എൻ്റെ ഒരു അസറ്റ് കൂടുന്നു, എൻ്റെ ക്യാഷ് കൂടി. പക്ഷെ അവിടെ ഒരു ലയബിലിറ്റി ഉണ്ടാകുന്നില്ലേ? ഇങ്ങനെയൊന്നും സംഭവിക്കുന്നില്ല. അതായത് റവന്യൂ റെസീപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെസീപ്റ്റുകൾ സംഭവിക്കും. റെസീപ്റ്റ് 2 ടൈപ്പ് ഉണ്ട്, റവന്യൂ റെസീപ്റ്റും ക്യാപിറ്റൽ റെസീപ്റ്റും. ഞാനിപ്പോൾ ഒരു ലോൺ എടുക്കുമ്പോൾ എനിക്ക് അവിടെ എന്താ ഉണ്ടാകുന്നു? ഒരു ലയബിലിറ്റി ഉണ്ടാകുന്നു. ഞാൻ ലോൺ എടുക്കുമ്പോൾ ഒരു ലയബിലിറ്റി ഉണ്ടാകുന്നു. ഓക്കെ, ഞാൻ ലോൺ എടുത്തപ്പം എനിക്ക് ഒരു ലയബിലിറ്റി ഉണ്ടാകുന്നു. ഓക്കെ, ഇതെന്താണ്? അവിടെ ഒരു ക്രിയേഷൻ വരുന്നു. പക്ഷേ റെസീപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? റെസീപ്റ്റ് ടു എക്സ്പെൻഡിച്ചർ തമ്മിൽ ഡിഫറൻസ് എന്താണ്? റെസീപ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നു, ക്യാഷ് കിട്ടുന്നു. എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇന്ന് ക്യാഷ് പോകുന്നു. റെസീപ്റ്റ് ഉണ്ടാകുന്നു.
എൻ്റെ കയ്യിലേക്ക് ക്യാഷ് വരുന്നു. ഈ ക്യാഷ് വരുന്നത് മൂലം എനിക്ക് യാതൊരു ലയബിലിറ്റി ഉണ്ടാകുന്നില്ല, അതുപോലെ തന്നെ എൻ്റെ അസറ്റുകളൊന്നും കുറയുന്നുമില്ല. എൻ്റെ കയ്യിലേക്കൊരു റെസിപ്റ്റ് വരുന്നു. ഓക്കെ, അതായത് ഞാനിപ്പോൾ ഒരു ഫർണിച്ചർ വിറ്റു. ഞാനൊരു ഫർണിച്ചർ വിറ്റ് കഴിയുമ്പോൾ എൻ്റെ ഒരു അസറ്റ് പോയില്ലേ? അസറ്റ് പോയത് മൂലമല്ലേ എൻ്റെ കയ്യിലേക്ക് ക്യാഷ് വന്നത്? അതല്ലെങ്കിൽ ഞാനൊരു ലോൺ എടുത്തത് മൂലമല്ലേ എൻ്റെ കയ്യിലേക്ക് ക്യാഷ് വന്നത്? എൻ്റെ റെസിപ്റ്റ് ഉണ്ടാകാൻ നമുക്ക് രണ്ട് കാരണങ്ങൾ ഉണ്ടാകുന്നത്. റെസിപ്റ്റ് ഉണ്ടാകുന്നത് ഒന്നെങ്കിൽ നമ്മുടെ കയ്യിൽ ഏതൊരു അസറ്റ് കുറഞ്ഞു, അതായത് എൻ്റെ അസറ്റ് ഞാൻ സെയിൽ ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഇൻകം കിട്ടി. അതല്ലെങ്കിൽ എന്ത് സംഭവിച്ചു, എനിക്കൊരു ലയബിലിറ്റി ഉണ്ടായി, ഞാൻ കടം എടുക്കുന്നു, ലോൺ എടുക്കുന്നു, അങ്ങനെ റെസിപ്റ്റ് ഉണ്ടാകും. റെസിപ്റ്റ് ഉണ്ടാകുന്ന എങ്ങനെയാണ്? റെസിപ്റ്റ് ഉണ്ടാകുമ്പം നോർമലി നമ്മുടെ ലയബിലിറ്റി കൂടുകയോ അസറ്റ് കുറയുകയോ ചെയ്യുന്നു. അങ്ങനെ സംഭവിക്കുന്നില്ലെങ്കിൽ അതിനെ റവന്യൂ റെസിപ്റ്റ് എന്ന് വിളിക്കുന്നു. അതായത് ഞാൻ പറഞ്ഞ എക്സാമ്പിൾ എന്താണ്? അപ്പം അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിലോ ലയബിലിറ്റി ക്രിയേറ്റ് ചെയ്യുകയോ അല്ലെങ്കിൽ അസറ്റ് കുറയുകയോ ചെയ്യുന്നു എങ്കിൽ അത് ക്യാപിറ്റൽ റെസിപ്റ്റ്. റവന്യൂ റെസിപ്റ്റ് എന്ന് പറഞ്ഞ് അപ്പം ക്യാപിറ്റൽ റെസിപ്റ്റിന്റെ എക്സാമ്പിൾ ആണ് ഞാൻ ലോൺ എടുത്തു കഴിയുമ്പോൾ എൻ്റെ കയ്യിൽ ക്യാഷ് വന്നു. റെസിപ്റ്റ് അല്ലേ? ലോൺ എടുത്തു കഴിയുമ്പോൾ റെസിപ്റ്റ് ഉണ്ടായി, അതായത് എൻ്റെ കയ്യിൽ ക്യാഷ് വന്നു. നമ്മൾ എങ്ങനെ എൻട്രി ചെയ്യുന്നത്? അക്കൗണ്ടിങ്ങിന് എങ്ങനെ എൻട്രി ചെയ്യുന്നത്? ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് എന്ന് എഴുതി അല്ലേ? ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക്, അല്ലെങ്കിൽ ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ലോൺ എന്ന് എഴുതി. ബാങ്ക് എന്നല്ല, ക്യാഷ് അക്കൗണ്ട് അറ്റ് ടു ബാങ്ക് ലോൺ എന്ന് എഴുതി. അതിന്റെ അർത്ഥം എന്താ? നമ്മൾ ലോൺ എടുത്തു, ക്യാഷ് വന്നു. റെസിപ്റ്റ് ലോൺ എടുക്കുമ്പോൾ കയ്യിലേക്ക് ക്യാഷ് വരുന്നു, അവിടെ റെസിപ്റ്റ് ഉണ്ടാകുന്നു, കയ്യിലേക്ക് ക്യാഷ് വരുന്നു. ആ ക്യാഷ് വന്നതിന് എന്ത് കാരണമായി? ഒരു ലയബിലിറ്റി ഉണ്ടാകാനായിട്ട്, ഒരു ബാധ്യത ഉണ്ടാകാനായിട്ട് കാരണമായില്ലേ? നമുക്ക് ലോൺ എന്ന് പറഞ്ഞൊരു ബാധ്യത, ഒരു ലയബിലിറ്റി ഉണ്ടാകാനായിട്ട് കാരണമായി. അപ്പൊ എന്താണ്? റെസിപ്റ്റ് വരുമ്പോൾ അവിടെ ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ആകുന്നു. അതല്ലെങ്കിൽ എൻ്റെ കയ്യിലേക്ക് ക്യാഷ് വന്നു. ആ ക്യാഷ് വരാൻ കാരണം എൻ്റെ കയ്യിൽ ഒരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു, ആ ബിൽഡിംഗ് ഞാൻ സെയിൽ ചെയ്തു. അപ്പൊ എന്താണ്? അസറ്റ് റെഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ ലയബിലിറ്റി എന്ത് ചെയ്യുന്നു? അസറ്റ് റെഡ്യൂസ് ചെയ്യുകയോ അല്ലെങ്കിൽ അപ്പൊ എന്താണ്? നമുക്ക് റെസിപ്റ്റ് ഉണ്ടാകുമ്പോഴത്തേന് അവിടെ അസറ്റ് കുറയുകയോ അതല്ലെങ്കിൽ ലയബിലിറ്റി ക്രിയേറ്റ് ആവുകയോ ചെയ്യുന്നു. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് ക്യാപിറ്റൽ റെസിപ്റ്റ്. ക്യാപിറ്റൽ ഓർത്താൽ മതി. 1 ഇയറിൽ കൂടുതലുണ്ട്. റവന്യൂ റെസിപ്റ്റ് എന്ന് പറയുമ്പോൾ 1 ഇയറോ അല്ലെങ്കിൽ അത്ര അഫക്റ്റ് ചെയ്യുന്നില്ല, നമ്മുടെ അസറ്റിനെയോ ലയബിലിറ്റിയോ എഫക്റ്റ് ചെയ്യാതെ ഉണ്ടാകുന്ന റെസിപ്റ്റുകളാണ് റവന്യൂ റെസിപ്റ്റുകൾ. ഓക്കെ, റവന്യൂ റെസിപ്റ്റ്. ഗവൺമെന്റിന് ടാക്സ് കിട്ടുന്നു. കിട്ടുമ്പോൾ എന്താണ്? ഗവൺമെന്റ് ഒരു വരുമാനമല്ലേ? ഗവൺമെന്റ് റെസിപ്റ്റ് ഉണ്ടാകുന്നു. ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഗവൺമെന്റിനോട് ലയബിലിറ്റി ഉണ്ടാകുന്നില്ല. ഗവൺമെന്റ് ആൾക്കാർ ടാക്സ് തരുന്നു. ടാക്സ് കിട്ടുമ്പോൾ ഗവൺമെന്റിന്റെ ലയബിലിറ്റി കൂടുന്നില്ല. എന്നാൽ നമ്മൾ കടമായിട്ട് കൊടുക്കണോ? ഞാൻ ചെന്ന് ഇൻകം ടാക്സ് അടയ്ക്കുന്നു, അല്ലെങ്കിൽ ഞാൻ GST അടയ്ക്കുമ്പം ഗവൺമെന്റിന് ഞാൻ കടമായിട്ട് കൊടുക്കുമല്ലോ, എൻ്റെ മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട കാര്യമല്ലേ? അപ്പം ഗവൺമെന്റ് എനിക്കൊരു ലയബിലിറ്റി, ഗവൺമെന്റിന്റെ ആസ്പെക്ട് നോക്കുമ്പം അവർക്ക് ടാക്സ് ഒന്നും കിട്ടുമ്പം ലയബിലിറ്റി ഉണ്ടാവുകയോ അവരുടെ അസറ്റ് കുറയുകയോ ചെയ്യുന്നില്ല. അങ്ങനെയുള്ളതാണ് റവന്യൂ റെസിപ്റ്റ്. അപ്പം റെസിപ്റ്റുകൾ ഉണ്ടാകുമ്പോൾ നോർമലി എന്ത് സംഭവിക്കും? ഒരു ലയബിലിറ്റി ക്രിയേറ്റ് ആവുകയോ അസറ്റ് കുറയുകയോ ചെയ്യുന്നു. അങ്ങനെ സംഭവിക്കുന്നില്ല എങ്കിൽ അത് റവന്യൂ റെസിപ്റ്റ്. അങ്ങനെ സംഭവിക്കുന്നുണ്ടെങ്കിൽ ഇത് ക്യാപിറ്റൽ റെസിപ്റ്റ്. ക്യാപിറ്റൽ റെസിപ്റ്റിന്റെ ഡെഫിനിഷൻ നോക്കിക്കേ. Any receipt that either create a liability ഉണ്ടാവുകയോ leads to reduction in asset കുറയുകയോ ചെയ്യുന്ന ടൈപ്പ് ഓഫ് റെസിപ്റ്റുകളാണ് ക്യാപിറ്റൽ റെസിപ്റ്റ്. Any receipt that either create a liability or leads to the reduction in asset is called capital receipt. Okay, അപ്പം ഇങ്ങനെ സംഭവിക്കാത്തതാണ് റവന്യൂ റെസിപ്റ്റ്. Any receipt that does not either create a liability or lead to reduction in asset is called revenue receipt. Okay, റവന്യൂ റെസിപ്റ്റ് 2 ടൈപ്പ് ഉണ്ട്. ടാക്സ് റവന്യൂ ഉണ്ട്, നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. ടാക്സിലൂടെയുള്ള വരുമാനം, ഗവൺമെന്റ് വരുമാനങ്ങൾ നോർമലി എങ്ങനെയാണ്? ടാക്സ് അല്ലാത്തത് ടാക്സ് റവന്യൂ ഉണ്ട്, നോൺ ടാക്സ് റവന്യൂ ഉണ്ട്. ടാക്സ് റവന്യൂ എന്ന് പറയുമ്പോൾ 2 ടൈപ്പ് ഉണ്ട്. ഇൻഡയറക്റ്റ് ടാക്സും ഡയറക്റ്റ് ടാക്സും. അപ്പം ടാക്സ് റവന്യൂ എന്ന് പറയുന്നത് ടാക്സ്, ഗവൺമെന്റ് കുറേ ടാക്സുകളുണ്ട്, ഗവൺമെന്റിന്റെ കുറേ ടാക്സ് ഉണ്ട്. ആ ടാക്സുകളിൽ നിന്നുള്ള വരുമാനത്തെയാണ് ടാക്സ് റവന്യൂ എന്ന് വിളിക്കുന്നത്. ടാക്സിലൂടെ അല്ലാതെയുള്ള വരുമാനങ്ങളാണ് നോൺ ടാക്സ് റവന്യൂ എന്ന് വിളിക്കുന്നത്. നോൺ ടാക്സ് റവന്യൂയുടെ എക്സാമ്പിൾ എന്താണ്? കൊമേഴ്ഷ്യൽ റവന്യൂ. ഗവൺമെന്റ് ബിസിനസ് ചെയ്യത്തില്ലേ? ഗവൺമെന്റിന് കൊമേഴ്ഷ്യൽ സ്ഥാപനങ്ങളുണ്ട്, ഗവൺമെന്റ് ബിസിനസ്സുകളിൽ ഏർപ്പെടും, അതുവഴിയുള്ള വരുമാനം. ദെൻ അഡ്മിനിസ്ട്രേറ്റീവ് റവന്യൂ, ഗവൺമെന്റ് ഭരണകാര്യങ്ങൾ ചെയ്യുന്നു. ഓക്കെ, അതിന്റെ കൊമേഴ്ഷ്യൽ റവന്യൂ എന്ന് പറഞ്ഞാൽ പേയ്മെന്റ് ഫോർ പോസ്റ്റേജ്. നമ്മൾ പോസ്റ്റ് ഒക്കെ അയക്കണമെങ്കിൽ ഗവൺമെന്റ് എന്ത് ചെയ്യണം? പേയ്മെന്റ് എടുക്കണ്ടേ? സ്പീഡ് പോസ്റ്റ് അയക്കണമെങ്കിൽ, നോർമൽ പോസ്റ്റ് അയക്കണമെങ്കിൽ, പോസ്റ്റേജ് സർവീസുകൾ കിട്ടണമെങ്കിൽ പോസ്റ്റ് ഓഫീസിൽ ചെന്ന് എന്ത് ചെയ്യണം? നമ്മളൊരു പേയ്മെന്റ് ചെയ്യണം. ഗവൺമെന്റിന്റെ ഒരു ബിസിനസ് അല്ലേ പോസ്റ്റ് ഓഫീസ്? ഇന്ത്യൻ പോസ്റ്റ് ഗവൺമെന്റ് ഒരു ബിസിനസ് ആണ്. അതിലൂടെയുള്ള വരുമാനങ്ങൾ, ഗവൺമെന്റ് ടോള് പിരിക്കും, അതിലൂടെയുള്ള വരുമാനങ്ങൾ. ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ഗവൺമെന്റ് ഇൻട്രസ്റ്റ്
ഓൺ ഫണ്ട് ബോറോഡ് ഫ്രം ഗവൺമെന്റ് ക്രെഡിറ്റ് കോർപ്പറേഷൻസ്. ഗവൺമെന്റിന്റെ സ്ഥാപനങ്ങളിൽ നിന്ന് ലോൺ കൊടുക്കും. ഗവൺമെന്റ് ലോൺ കൊടുക്കും, അതിൽ നിന്ന് ഗവൺമെന്റ് കിട്ടുന്ന ഇൻട്രസ്റ്റ്. ഇലക്ട്രിസിറ്റി ഗവൺമെന്റ് ഒരു ബിസിനസ്. റെയിൽവേ വഴി കിട്ടുന്ന വരുമാനങ്ങളൊക്കെ എന്താണ്? ഗവൺമെന്റ് ഒരു കൊമേഴ്ഷ്യൽ റവന്യൂസ് ആണ്. അഡ്മിനിസ്ട്രേറ്റീവ് റവന്യൂ എന്ന് പറഞ്ഞാൽ ഫീ. ഇപ്പൊ നമ്മൾ കാസ്റ്റ് സർട്ടിഫിക്കറ്റ് അല്ലെങ്കിൽ ഇൻകം സർട്ടിഫിക്കറ്റ് ഒക്കെ എന്ത് ചെയ്യണം? അപ്ലൈ ചെയ്യണം. ഇൻകം സർട്ടിഫിക്കറ്റ്, കാസ്റ്റ് സർട്ടിഫിക്കറ്റ് ഒക്കെ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കുന്നു? അവിടെ ഗവൺമെന്റിന് എന്തുണ്ടാകുന്നു? അവിടെ വരുമാനം കിട്ടുന്ന, നമ്മൾ ഫീ കൊടുക്കേണ്ടി വരുന്നു. ആ ഫീ കൊടുക്കേണ്ടി വരുന്ന ആ ഒരു സിറ്റുവേഷൻസ് ആണ് എന്ത്? ആ ഗവൺമെന്റിന് ഫീ കിട്ടുന്നു. അത് ഗവൺമെന്റ് ഒരു അഡ്മിനിസ്ട്രേറ്റീവ്, ഗവൺമെന്റിന്റെ ഭരണകാര്യങ്ങളിൽ നിന്നുള്ള ഒരു വരുമാനമാണ്. പെനാൽറ്റി, ക്യാമറകൾ പെനാൽറ്റി അടിക്കല്ലേ? MVDയുടെ ക്യാമറകളുണ്ട്, ക്യാമറാസ് ഉണ്ട്, അതൊക്കെ ഫീസ്, ഫൈൻ ആൻഡ് പെനാൽറ്റീസ് ഒക്കെ വരുന്നു. ഇതൊക്കെ ഗവൺമെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് റവന്യൂസ് ആണ്. ഗിഫ്റ്റ് ആൻഡ് ഗ്രാൻഡ്, ഗവൺമെന്റ് ഗിഫ്റ്റുകളായിട്ട് ഗ്രാൻഡുകൾ കിട്ടുന്നതൊക്കെ ഗവൺമെന്റിന്റെ നോൺ ടാക്സ് റവന്യൂ ആണ്. അപ്പൊ ടാക്സ് റവന്യൂ എന്ന് പറയുമ്പോൾ ഡയറക്ട് ടാക്സും ഇൻഡയറക്ട് ടാക്സും. ഡയറക്ട് ടാക്സിന്റെ എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എന്താണ്? ഡയറക്ട് ടാക്സ്, ഇൻഡയറക്ട് ടാക്സിന്റെ എക്സാമ്പിൾസ് ചിലപ്പോൾ ചോദിക്കാം. ഡയറക്ട് ടാക്സ്, ഇൻകം ടാക്സ്. ഇൻഡയറക്ട് ടാക്സിന്റെ എക്സാമ്പിൾ GST. ഓക്കെ, നമ്മൾ റെസിപ്റ്റിന്റെ കാര്യം പറഞ്ഞപ്പോൾ എന്താ പറഞ്ഞത്? റെസിപ്റ്റിന്റെ കേസിൽ അവിടെ ഒന്നെങ്കിൽ അസറ്റ് റിഡക്ഷനോ അതല്ലെങ്കിൽ അവിടെ ഒരു ലയബിലിറ്റി ക്രിയേഷനോ ഉണ്ടാകുന്നു. എക്സാമ്പിൾ പറഞ്ഞാണ്. ദെൻ എക്സ്പെൻഡിച്ചറിന്റെ കേസ് വരുമ്പോൾ, വെൻ ദ എക്സ്പെൻഡിച്ചർ കേസ് എന്താണ് വരുന്നത്? അവിടെ അസറ്റ് റിഡക്ഷൻ അല്ല, അസറ്റ് ക്രിയേഷൻ ഉണ്ടാകുന്നു. ഓക്കെ, അസറ്റ് ക്രിയേഷൻ ഉണ്ടാകുന്നു. അതല്ലെങ്കിൽ ലയബിലിറ്റി എന്ത് ചെയ്യുന്നു? അവിടെ റെഡ്യൂസ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, ഒരു പേയ്മെന്റ് നടക്കുന്നു, ഒരു എക്സ്പെൻഡിച്ചർ, ഒരു പേയ്മെന്റ് നടക്കുന്നു, ഒരു ക്യാഷ് പോകുന്നു. ക്യാഷ് പോയത് ലോൺ ക്ലോസ് ചെയ്തപ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് ക്യാഷ് പോയി, അവിടെ എക്സ്പെൻസ് ഉണ്ടായി. അപ്പം ലയബിലിറ്റി റെഡ്യൂസ് ചെയ്തു. അതല്ലെങ്കിൽ നമ്മളൊരു അസറ്റ് വാങ്ങുമ്പോൾ ക്യാഷ് കൊടുത്തു, ഒരു എക്സ്പെൻഡിച്ചർ ഉണ്ടായി അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? അസറ്റ് ക്രിയേറ്റ് ആയിട്ടുണ്ട്. അപ്പൊ എന്താണ്? എക്സ്പെൻഡിച്ചേഴ്സ് വരുമ്പം അസറ്റ് ക്രിയേഷനോ ലയബിലിറ്റി റിഡക്ഷനോ ആണ്. അപ്പൊ അസറ്റ് ക്രിയേഷനോ ലയബിലിറ്റി റിഡക്ഷനോ അല്ലാതെയുള്ള എക്സ്പെൻഡിച്ചേഴ്സിനെ, നോർമലി എക്സ്പെൻഡിച്ചേഴ്സ് വരുമ്പം അസറ്റ് ക്രിയേഷനോ ലയബിലിറ്റി റിഡക്ഷനോ ഉണ്ടാകും. അതല്ലാതെ വരുന്ന ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചേഴ്സ് ആണ് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നത്. An expenditure that does not result in the creation of asset or reduction in the liability is treated as a revenue expenditure. അസറ്റ് ക്രിയേഷനോ ലയബിലിറ്റി റിഡക്ഷനോ വരാത്ത ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചേഴ്സിനെ എന്ത് വിളിക്കുന്നു? റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് വിളിക്കുന്നു. സച്ച് എക്സ്പെൻഡിച്ചേഴ്സ് ആർ ഇൻക്വേർഡ് ഫോർ ദ നോർമൽ റണ്ണിങ് ഓഫ് ദ ഗവൺമെന്റിന്റെ നോർമൽ ഫംഗ്ഷൻ, ഡേ ടു ഡേ അഫയേഴ്സുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചേഴ്സ് ആണ് ഈ ഉള്ള റവന്യൂ എക്സ്പെൻഡിച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. എക്സാമ്പിൾസ് എന്തൊക്കെയാ പറഞ്ഞത്? സാലറി, പെൻഷൻ, ഇൻട്രസ്റ്റ്, സബ്സിഡി, ഇതൊക്കെയാണ് എക്സാമ്പിൾസ് ആയിട്ട് വരുന്നത്. ഓക്കെ, ക്യാപിറ്റൽ റെസിപ്റ്റ് നമ്മൾ ഓൾറെഡി ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? ലയബിലിറ്റി ക്രിയേറ്റ് ആവുകയോ അതല്ലെങ്കിൽ അസറ്റ് റെഡ്യൂസ് ചെയ്യുകയോ ടൈപ്പ് ഓഫ് റെസിപ്റ്റുകളാണ് ക്യാപിറ്റൽ റെസിപ്റ്റ് എന്ന് ഓൾറെഡി പഠിച്ചു. എക്സാമ്പിൾസ് പറയുന്നത് റിക്കവറി ഫ്രം ലോൺ കൊടുത്തു, അത് റിക്കവർ ചെയ്തു, റീപേയ്മെന്റ് കിട്ടി. അപ്പൊ എന്താണ്? അവിടെ റെസിപ്റ്റ് ഉണ്ടായത്. ആ റെസിപ്റ്റ് എന്തുണ്ടായി? ഒരു അസറ്റ് കുറയുക അല്ലെ? ലോൺ കൊടുക്കാൻ നമുക്ക് ഒരു അസറ്റ് ആണ് ഉണ്ടാകുന്നത്, ആ അസറ്റ് അവിടെ കുറയുന്നു. ഇറ്റ് ഇൻക്ലൂഡ് ദ റിക്കവറി ഓഫ് ലോൺ ഗ്രാൻഡഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ് ടു ദ സ്റ്റേറ്റ് ഗവൺമെന്റ്. സെൻട്രൽ ഗവൺമെന്റ് സ്റ്റേറ്റ് ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന ലോൺ ഒക്കെ തിരിച്ചു കിട്ടിയപ്പം സെൻട്രൽ ഗവൺമെന്റിനെ സംബന്ധിച്ച് ലോൺ കൊടുത്ത ഒരു അസറ്റ് ആയിരുന്നു, അസറ്റ് അവിടെ കുറയുന്നു. ഓക്കെ, ഇറ്റ് ഈസ് എ ക്യാപിറ്റൽ receipt because it reduces the financial asset are treated as capital receipts. Okay, financial asset, ഗവൺമെന്റിന്റെ അസറ്റ് കുറയുന്നു, സെൻട്രൽ ഗവൺമെന്റിന്റെ അസറ്റ് കുറയുന്നതുകൊണ്ട് ഇത് ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. ബോറോയിങ് ആൻഡ് അതർ ലയബിലിറ്റീസ്, ഫണ്ട് റൈസ് ഫ്രം ദ ബോറോയിങ് ആൻഡ് ആർ ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ റെസിപ്റ്റ്. ഓക്കെ, ബോറോയിങ് കടമെടുക്കുന്ന കടമെടുക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? അവിടെ റെസിപ്റ്റ് ഉണ്ടാകുന്നു, പൈസ കിട്ടുമ്പോൾ റെസിപ്റ്റ് ഉണ്ടാകുന്നു, അവിടെ ലയബിലിറ്റി ക്രിയേറ്റ് ആകുന്നു. അതുകൊണ്ട് ബോറോയിങ് ആൻഡ് അതർ ലയബിലിറ്റീസ് ഒരു ക്യാപിറ്റൽ റെസിപ്റ്റ് ആണ്. അതല്ലാതെ അതർ റെസിപ്റ്റുകളായിട്ട് വരുന്നതോ ഗവൺമെന്റ് പബ്ലിക് സെക്ടർ യൂണിറ്റ് PSUവിൽ നടത്തിയിരിക്കുന്ന ഇൻവെസ്റ്റ്മെന്റ് ഡൈവെസ്റ്റ്മെന്റ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. അപ്പം ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താണ്? അസറ്റ് ക്രിയേറ്റ് ചെയ്യുകയോ ലയബിലിറ്റി റെഡ്യൂസ് ചെയ്യുകയോ ചെയ്യുന്ന ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചേഴ്സ് ആണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ ദാറ്റ് ലീഡ്സ് ടു ദ ക്രിയേഷൻ ഓഫ് അസറ്റ് ഓർ റിഡക്ഷൻ ഓഫ് ലയബിലിറ്റി ആർ ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. എക്സാമ്പിൾസ് നോക്കിയേ, ലാൻഡിന്റെ പർച്ചേസ്, ബിൽഡിംഗ് ആൻഡ് മെഷീൻസ്, ഇതൊക്കെയാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന്റെ എക്സാമ്പിൾസ്. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ പ്ലാൻ എക്സ്പെൻഡിച്ചറും നോൺ പ്ലാൻ എക്സ്പെൻഡിച്ചർ അല്ലെങ്കിൽ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ, നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ വരും.
എന്താണ് ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ? Expenditure on activity that are directly related to the economic and social development of a country is called development expenditure. അതായത് ഒരു രാജ്യത്തിന്റെ എക്കണോമിക് ആൻഡ് സോഷ്യൽ ഡെവലപ്മെന്റിന്, ഒരു രാജ്യത്തിന്റെ സാമ്പത്തികവും സാമൂഹികപരമായിട്ടുള്ള വികസനത്തിന്, ഒരു രാജ്യത്തിന്റെ വികസനത്തിന് ഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ. കുറച്ച് എക്സ്പെൻഡിച്ചർ ഉണ്ടായി, ആ എക്സ്പെൻഡിച്ചറിന്റെ റിസൾട്ട് എന്താണ്? നമ്മുടെ ഡെവലപ്മെന്റ് ആണ്. ആ എക്സ്പെൻഡിച്ചേഴ്സ് നമ്മുടെ എക്കണോമിയുടെയും സോഷ്യലി ഡെവലപ്മെന്റിന് വേണ്ടി ഉണ്ടായ എക്സ്പെൻഡിച്ചർ ആണെങ്കിൽ ആ ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചറിനെ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നു. എക്സ്പെൻഡിച്ചേഴ്സ് ഓൺ ഇൻഡസ്ട്രീസ്, അഗ്രികൾച്ചർ, എഡ്യൂക്കേഷൻ, ഹെൽത്ത്, സോഷ്യൽ വെൽഫെയർ, ഇതൊക്കെയാണ് എക്സാമ്പിൾസ്. നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്താണ് മക്കളെ? നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എക്സ്പെൻഡിച്ചർ ഓൺ expenditure on essential general service of the government is called non-development expenditure. ഗവൺമെന്റ് ഡേ ടു ഡേ അഫയേഴ്സിലൊക്കെ വരുന്ന ടൈപ്പ് ഓഫ് എക്സ്പെൻഡിച്ചർ ആണ് നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ. ഈ ഡിഫൻസ്, ഗവൺമെന്റിന്റെ അഡ്മിനിസ്ട്രേഷൻ ആക്ടിവിറ്റികൾക്കുള്ള എക്സ്പെൻഡിച്ചേഴ്സ് ഒക്കെയാണ് ഇതിന്റെ എക്സാമ്പിൾ. എക്സ്പെൻഡിച്ചേഴ്സ് ഓൺ ഡിഫൻസ്, അഡ്മിനിസ്ട്രേഷൻ ഇതൊക്കെയാണ് നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചറിന്റെ എക്സാമ്പിൾ. ഈ നോൺ ഡെവലപ്മെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഡെവലപ്മെന്റിനെ ഇൻഡയറക്ട്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. ഗവൺമെന്റിന്റെ ബഡ്ജറ്റിനെ നമുക്ക് മൂന്നായിട്ട് തിരിക്കാം: ബാലൻസ്ഡ് ബഡ്ജറ്റ്, സർപ്ലസ് ബഡ്ജറ്റ്, ഡെഫിസിറ്റ് ബഡ്ജറ്റ്. അല്ലെങ്കിൽ ഗവൺമെന്റ് ബഡ്ജറ്റ് പോട്ടെ, നോർമലി ബഡ്ജറ്റിനെ ബാലൻസ് ബഡ്ജറ്റ്, സർപ്ലസ് ബഡ്ജറ്റ്, ഡെഫിസിറ്റ് ബഡ്ജറ്റ്. എന്താ മക്കളെ നമ്മൾ പറഞ്ഞ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ? ബഡ്ജറ്റ് ഈസ് ആൻ ആനുവൽ സ്റ്റേറ്റ്മെന്റ് ഓഫ് എക്സ്റ്റിമേറ്റഡ് എക്സ്പെൻഡിച്ചേഴ്സ് ആൻഡ് റെസീപ്റ്റ്സ് ഓഫ് ദ ഗവൺമെന്റ്. ഗവൺമെന്റിന്റെ ഇനി വരുന്ന ഫിസിക്കൽ ഇയറിലുള്ള എസ്റ്റിമേറ്റ് ചെയ്ത എക്സ്പെൻഡിച്ചേഴ്സും റെസീപ്റ്റും ആണ് അല്ലെ. ഗവൺമെന്റിന്റെ വരുമാനങ്ങളും ഗവൺമെന്റിന്റെ ചിലവുകളുമാണ് എന്തിൽ കൊടുത്തിരിക്കുന്നത്? നമ്മള് ഈ ബഡ്ജറ്റിൽ, ആനുവൽ ബഡ്ജറ്റിൽ കൊടുത്തിട്ടുള്ളത്. അപ്പം എന്താണ് ഈ ബാലൻസ് ബഡ്ജറ്റ്, എന്താണ് സർപ്ലസ് ബഡ്ജറ്റ്, എന്താണ് ഡെഫിസിറ്റ് ബഡ്ജറ്റ്, എന്തൊക്കെ ഐറ്റംസിനെ പറ്റിയാണ് കമ്പയർ ചെയ്യുന്നത്? ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറും ഗവൺമെന്റിന്റെ റെസീപ്റ്റുകളെയും തമ്മിൽ കമ്പാരിസൺ ചെയ്യുന്നു അല്ലെ. അപ്പൊ എന്താണ് ബഡ്ജറ്റ്? എന്താണ് നമുക്ക് നോക്കാം. ഈ ബാലൻസ്ഡ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഗവൺമെന്റിന് 100 കോടി രൂപ എക്സ്പെൻസ് ഉണ്ടാകുന്നു. അടുത്ത വർഷം ഗവൺമെന്റിന്റെ എക്സ്പെൻസ് 100 കോടി രൂപ, ഗവൺമെന്റിന്റെ ഇൻകവും 100 കോടി രൂപ. അവർക്ക് എക്സ്ട്രാ എന്താണ് പൈസ? ഗവൺമെന്റ് ഇൻകം 100 കോടി രൂപ, ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചേഴ്സ് 100 കോടി രൂപ. ഇൻകവും എക്സ്പെൻഡിച്ചറും ഈക്വൽ ആയിട്ട് വരുന്ന ടൈപ്പ് ഓഫ് ബഡ്ജറ്റ് ആണ് ബാലൻസ് ബഡ്ജറ്റ്. ഒരു ബഡ്ജറ്റിൽ ഗവൺമെന്റ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു ടോട്ടൽ റെസിപ്റ്റ് ആണെങ്കിൽ അതിനെ ബാലൻസ് ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നു. ഓക്കെ, ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു ടോട്ടൽ റെസിപ്റ്റ്. സർപ്ലസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ സർപ്ലസ്, അധികം. എന്തധികം ഉണ്ടായി? ഗവൺമെന്റ് റവന്യൂ, ഗവൺമെന്റ് ഇൻകം അധികമാണ്. വെൻ ടോട്ടൽ റവന്യൂ ഇസ് ഗ്രേറ്റർ ദാൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ, അതായത് ഗവൺമെന്റിന്റെ ചിലവിനേക്കാൾ കൂടുതൽ ഗവൺമെന്റിന് വരുമാനം ഉണ്ടെങ്കിൽ അതിനെ സർപ്ലസ് ബഡ്ജറ്റ് എന്ന് വിളിക്കുന്നു. അപ്പം ഡെഫിസിറ്റ് ബഡ്ജറ്റ് അതിന്റെ ഓപ്പോസിറ്റ് ആണ്. വെൻ ടോട്ടൽ റെസീപ്റ്റ് ഈസ് ലെസ് ദാൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ, ഗവൺമെന്റിന്റെ വരുമാനത്തെക്കാട്ടിലും കൂടുതലാണ് ഗവൺമെന്റിന്റെ ഗവൺമെന്റ് എക്സ്പെൻസ് എങ്കിൽ അതിനെ എന്ത് വിളിക്കും? ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് വിളിക്കും. ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് വിളിക്കും. നോർമലി നമ്മുടെ ബഡ്ജറ്റ് അല്ലേ ഇപ്പൊ എന്താണ്? ഡെഫിസിറ്റ് ബഡ്ജറ്റ് ആണ് അല്ലെ. ബാലൻസ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഈസ് ഈക്വൽ ടു ടോട്ടൽ റെസീപ്റ്റ്സ്. സർപ്ലസ് ബഡ്ജറ്റ് പറഞ്ഞാൽ ടോട്ടൽ റെസീപ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ മോർ ദാൻ ടോട്ടൽ എക്സ്പെൻഡിച്ചർ. ദെൻ ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഈസ് മോർ ദാൻ ടോട്ടൽ ഗവൺമെന്റ് ഇൻകം അല്ലെങ്കിൽ റെസീപ്റ്റ്സ്. ഡിഫറെന്റ് കോൺസെപ്റ്റ് ഓഫ് ബഡ്ജറ്റ് ഡെഫിസിറ്റ്. ബഡ്ജറ്റ് ഡെഫിസിറ്റിന്റെ പല ടൈപ്പ് ഓഫ് കോൺസെപ്റ്റ്. ബഡ്ജറ്ററി ഡെഫിസിറ്റ് നമുക്ക് പലത് പറയാം. ബഡ്ജറ്ററി ഡെഫിസിറ്റ് എന്താണ്? ബഡ്ജറ്ററി ഡെഫിസിറ്റ് ഇറ്റ് ഈസ് എ ടോട്ടൽ റെസീപ്റ്റ് മൈനസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ഓഫ് ദി ഗവൺമെന്റ് ഓൺ ബോത്ത് റവന്യൂ ആൻഡ് ക്യാപിറ്റൽ അക്കൗണ്ട്സ്. അതായത് ബഡ്ജറ്ററി ഡെഫിസിറ്റ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന്റെ എല്ലാ റെസീപ്റ്റിൽ നിന്ന് എന്ത് ചെയ്യുന്നു? ഗവൺമെന്റിന്റെ റെസീപ്റ്റ് മൈനസ് എക്സ്പെൻഡിച്ചർ ചെയ്യുമ്പോൾ അവിടെ ഡെഫിസിറ്റ് ഉണ്ടാകുന്നു. ഗവൺമെന്റിന്റെ റെസീപ്റ്റ് ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറിനെക്കാളും കുറവാണ്. അതായത് ഗവൺമെന്റിന്റെ വരുമാനത്തിൽ നിന്ന് ഗവൺമെന്റിന്റെ എക്സ്പെൻസ് കുറച്ചപ്പോൾ നെഗറ്റീവ് ഫിഗർ വന്നു, ഡെഫിസിറ്റ് ഉണ്ടായി. അപ്പം എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ എന്തൊക്കെയുണ്ട്? റവന്യൂ എക്സ്പെൻഡിച്ചറും ഉണ്ട്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഉണ്ട്. അപ്പം റെസീപ്റ്റ് എന്ന് പറഞ്ഞാലോ റവന്യൂ റെസീപ്റ്റും ഉണ്ട്, ക്യാപിറ്റൽ റെസീപ്റ്റ് ഉണ്ട്. ഗവൺമെന്റിന്റെ ടോട്ടൽ റെസീപ്റ്റിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻഡിച്ചർ കുറച്ചപ്പോൾ, ഗവൺമെന്റിന്റെ ടോട്ടൽ ബഡ്ജറ്റ് റെസീപ്റ്റിൽ നിന്ന് ടോട്ടൽ ബഡ്ജറ്റഡ് എക്സ്പെൻഡിച്ചർ കുറച്ചപ്പോൾ അവിടെ ഡെഫിസിറ്റ് ഉണ്ടായി. ആ ഡെഫിസിറ്റിനെ എന്ത് വിളിക്കും? ബഡ്ജറ്ററി ഡെഫിസിറ്റ് എന്ന് വിളിക്കുന്നു. അപ്പൊ എന്താണ് റവന്യൂ ഡെഫിസിറ്റ്?
റവന്യൂ ഡെഫിസിറ്റ് ഈസ് ദ എക്സസ് ഓഫ് ഗവൺമെന്റ് റവന്യൂ എക്സ്പെൻഡിച്ചർ ഓവർ റവന്യൂ റെസിപ്റ്റ്. അപ്പൊ റവന്യൂ ഓർത്താൽ മതി, അവിടെ ക്യാപിറ്റൽ ഐറ്റംസ് ഒന്നും ഇല്ല, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറും ഇല്ല, ക്യാപിറ്റൽ റെസിപ്റ്റും ഇല്ല. അവിടെ റവന്യൂ റെസിപ്റ്റിനെയും റവന്യൂ എക്സ്പെൻഡിച്ചറിനെയും തമ്മിൽ കമ്പയർ ചെയ്യുന്നു. അതായത് ഗവൺമെന്റിന്റെ റവന്യൂ റെസിപ്റ്റിനെക്കാട്ടിലും കൂടുതലാണ് ഗവൺമെന്റിന്റെ റവന്യൂ എക്സ്പെൻഡിച്ചർ എങ്കിൽ ആ ടൈപ്പ് ഓഫ് ഡെഫിസിറ്റ് ആണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് വിളിക്കുന്നു. റവന്യൂ റെസിപ്റ്റ് മൈനസ് റവന്യൂ എക്സ്പെൻഡിച്ചർ ചെയ്യുമ്പോൾ ഡെഫിസിറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതാണ് റവന്യൂ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ. അപ്പൊ എന്താണ് ഫിസിക്കൽ ഡെഫിസിറ്റ്? ഇറ്റ് ഈസ് ദ ബഡ്ജറ്ററി ഡെഫിസിറ്റ് പ്ലസ് ബോറോയിങ് ആൻഡ് അതർ ലയബിലിറ്റി. നമ്മൾ ഫസ്റ്റ് എന്ത് ചെയ്തു? ബഡ്ജറ്ററി ഡെഫിസിറ്റ് കണ്ടുപിടിച്ചല്ലേ? ടോട്ടൽ റെസിപ്റ്റ് മൈനസ് ടോട്ടൽ എക്സ്പെൻഡിച്ചർ ചെയ്തപ്പോൾ ബഡ്ജറ്ററി ഡെഫിസിറ്റ് ചെയ്തു. ആ ബഡ്ജറ്ററി ഡെഫിസിറ്റ് ആൻസറിൽ നിന്ന് ബോറോയിങ്ങും അതർ ലയബിലിറ്റീസും കുറയ്ക്കുമ്പോൾ, ബോറോയിങ്സും അതർ ലയബിലിറ്റീസും കൂട്ടുമ്പോൾ പ്ലസ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഡെഫിസിറ്റ് ആണെങ്കിൽ അതിനെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് വിളിക്കുന്നു. അതായത് ഗവൺമെന്റിന്റെ ടോട്ടൽ എക്സ്പെൻഡിച്ചറിൽ നിന്ന് ഗവൺമെന്റിന്റെ ടോട്ടൽ റെസിപ്റ്റിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻഡിച്ചർ കുറയുന്നു. ഗവൺമെന്റിന്റെ ടോട്ടൽ റെസിപ്റ്റിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുമ്പോൾ ഡെഫിസിറ്റ് ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതിനെ ബഡ്ജറ്ററി ഡെഫിസിറ്റ് എന്ന് വിളിക്കും. ഈ ബഡ്ജറ്ററി ഡെഫിസിറ്റിന്റെ കൂടെ ബോറോയിങ്സും അതർ ലയബിലിറ്റീസും ആഡ് ബാക്ക് ചെയ്യുമ്പോൾ ഡെഫിസിറ്റ് തന്നെ ആണെങ്കിൽ അതിനെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് വിളിക്കുന്നു. അത് ഗവൺമെന്റിന് ആവശ്യമുള്ള ടോട്ടൽ ബോറോയിങ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കാനാണ് ഫിസിക്കൽ ഡെഫിസിറ്റ് യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ മെഷർ ഓഫ് എന്താണ്? ടോട്ടൽ ബോറോയിങ്സ് ഓഫ് ദ ഗവൺമെന്റിന്റെ ടോട്ടൽ ബോറോയിങ്സിനെ പറ്റിയുള്ള ഒരു മെഷർമെന്റ് ആണ്. പ്രൈമറി ഡെഫിസിറ്റ്, ഇറ്റ് ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ ഡെഫിസിറ്റ് ആൻഡ് ഇൻട്രസ്റ്റ് പേയ്മെന്റ്. നമ്മളിപ്പം കണ്ടുപിടിച്ച ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബഡ്ജറ്ററി ഡെഫിസിറ്റിന്റെ കൂടെ ബോറോയിങ്സും അതർ ലയബിലിറ്റീസും ആഡ് ബാക്ക് ചെയ്യുന്നു. ആ ആഡ് ബാക്ക് ചെയ്ത് കിട്ടുന്ന ഡെഫിസിറ്റ് ആണെങ്കിൽ അതിനെ ഫിസിക്കൽ ഡെഫിസിറ്റ് എന്ന് വിളിക്കുന്നു. ആ ഫിസിക്കൽ ഡെഫിസിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് പേയ്മെന്റ് കുറയ്ക്കുമ്പോൾ കിട്ടുന്നതാണ് പ്രൈമറി ഡെഫിസിറ്റ്. അപ്പൊ നോക്കിക്കേ, ബഡ്ജറ്ററി ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ റവന്യൂവിൽ നിന്ന് ടോട്ടൽ എക്സ്പെൻഡിച്ചർ കുറയ്ക്കുന്നതാണ്. ഓക്കെ, ഈ കിട്ടിയിരിക്കുന്ന ബഡ്ജറ്ററി ഡെഫിസിറ്റിന്റെ കൂടെ ബോറോയിങ്സും അതർ ലയബിലിറ്റീസൂടെ ആഡ് ബാക്ക് ചെയ്യുമ്പോൾ കിട്ടുന്നതാണ് ഫിസിക്കൽ ഡെഫിസിറ്റ്. ഈ ഫിസിക്കൽ ഡെഫിസിറ്റിൽ നിന്ന് ഇൻട്രസ്റ്റ് പേയ്മെന്റ് കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടുന്നു? ഇൻട്രസ്റ്റ് പേയ്മെന്റ് കുറയ്ക്കുമ്പോൾ പ്രൈമറി ഡെഫിസിറ്റ് കിട്ടുന്നു. എങ്ങനെയാണ് ബഡ്ജറ്റ് എക്കണോമിയെ ഇമ്പാക്ട് ചെയ്യുന്നത്? ഒരു ബഡ്ജറ്റിന്റെ എക്കണോമിയുടെ മേലുള്ള ഇമ്പാക്ട് എന്തൊക്കെയാണ്? അതിനെ 3 ലെവൽസ് ഓഫ് എന്ന് പറയും. ആഗ്രിഗേറ്റ് ഫിസിക്കൽ ഡിസിപ്ലിൻ. ദിസ് മീൻസ് having control over the expenditure given the quantum of revenue. This is necessary for proper macroeconomic performance. അതായത് ഒരു ഫിസിക്കൽ ഡിസിപ്ലിൻ ഉണ്ടാകുന്നു. എക്കണോമിയിൽ ഒരു ഫിസിക്കൽ ഡിസിപ്ലിൻ ഉണ്ടാകുന്നു. ഒരു ഫൈനാൻഷ്യൽ കാര്യങ്ങളിൽ ഒരു ഡിസിപ്ലിൻ ഉണ്ടാകാനായിട്ട്, അല്ലെങ്കിൽ എക്സ്പെൻഡിച്ചറിന് മേലൊരു കൺട്രോൾ വരുന്നു. ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചേഴ്സിന് മേലൊരു കൺട്രോൾ ഉണ്ടാകുന്നു. അലോക്കേഷൻ ഓഫ് റിസോഴ്സ്. ഗവൺമെന്റിന്റെ റിസോഴ്സസ് എന്താണ്? സ്കേഴ്സ് ആണ്. ഈ സ്കേഴ്സ് റിസോഴ്സസിനെ പ്രോപ്പർലി എഫിഷ്യൻ്റ്ലി പ്രയോറിറ്റി അനുസരിച്ച് അലോക്കേറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ദെൻ എഫക്റ്റീവ് ആൻഡ് എഫിഷ്യൻറ്റ് പ്രൊവിഷൻ ഓഫ് പ്രോഗ്രാംസ്. അതായത് ഗവൺമെന്റിന്റെ ഗോൾസ് അച്ചീവ് ചെയ്യാനായിട്ട് പ്രോഗ്രാംസും കാര്യങ്ങളൊക്കെ എഫിഷ്യൻ്റ് ആൻഡ് എഫക്റ്റീവ് ആയിട്ട് ചെയ്യുന്നു. എന്താണ് ഫിസിക്കൽ പോളിസീസ്? ഫിസിക്കൽ പോളിസി ഈസ് ആൻ ഇമ്പോർട്ടൻറ്റ് ഇൻസ്ട്രുമെന്റ് ടു സ്റ്റെബിലൈസ് ദ എക്കണോമി, ദാറ്റ് ഈസ് ടു ഓവർകം റിസഷൻ ആൻഡ് കൺട്രോൾ ഇൻഫ്ലേഷൻ ആൻഡ് എക്കണോമി. എക്കണോമിയിൽ റിസഷൻ ഉണ്ടാകാൻ പാടില്ല, ഇൻഫ്ലേഷൻ അല്ലെ എന്താണ് വിലക്കയറ്റവും പാടില്ല, വില എന്താണ് കുറയാനും പാടില്ല. ഒരു ബാലൻസ് ഉണ്ടാകണം. ഈ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഒരു ഒരു ഗവൺമെന്റ് ഒരു ഇൻസ്ട്രുമെന്റ്, അതായത് എക്കണോമിയെ റിസഷനിലോട്ടും പോകാതെ എക്കണോമിയെ ഇൻഫ്ലേഷനിലേക്കും പോകാതെ ഒരു സ്റ്റെബിലൈസ് ചെയ്ത് നിർത്തുന്ന ഒരു ഇൻസ്ട്രുമെന്റാണ്, ഒരു പോളിസിയാണ് എന്ന് വിളിക്കുന്നത് ഫിസിക്കൽ പോളിസി. ഗവൺമെന്റ് എന്താണ് ഇൻഫ്ലേഷൻ ആകാൻ പാടില്ല, അതുപോലെ തന്നെ എന്താകാൻ പാടില്ല, റിസഷൻ ആകാൻ പാടില്ല. ഇടയ്ക്ക് ഒരു എന്താണ് മിഡ് പോയിന്റിൽ സ്റ്റെബിലൈസ് ആയിട്ട് നിൽക്കണം. ആ സ്റ്റെബിലൈസ് ചെയ്യുന്ന ഗവൺമെന്റിന്റെ പോളിസികളെയാണ് എന്ത് വിളിക്കുന്നത്? ഫിസിക്കൽ പോളിസി എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഫിസിക്കൽ പോളിസി ത്രൂ വേരിയേഷൻ ഇൻ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചേഴ്സ് കൂട്ടുന്നു, കുറയ്ക്കുന്നു അതുവഴി. അതുപോലെ തന്നെ ടാക്സ്, ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ടാക്സ് നിരക്കുകളിൽ മാറ്റം വരുന്നു, ടാക്സ് കൂട്ടി കുറച്ചൊക്കെ ചെയ്യുന്നു. അതായത് ഗവൺമെന്റ് ഇപ്പൊ ഇൻഫ്ലേഷൻ ആയി അല്ലേ, നമ്മുടെ എക്കണോമിയിൽ ഇൻഫ്ലേഷൻ ആണ് ഇപ്പം. ആ ഇൻഫ്ലേഷൻ കുറയ്ക്കാൻ ഗവൺമെന്റ് എന്ത് ചെയ്യുന്നു? ടാക്സ് നിരക്കുകൾ കൂട്ടുന്നു. അല്ലെങ്കിൽ എംപ്ലോയ്മെന്റ്, ഔട്ട്പുട്ട് ആൻഡ് പ്രൈസസ്, ഈ ഒരു രീതികളിലൂടെയാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റ് എക്കണോമിയെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. മെയിൻലി എങ്ങനെയാണ്?
ടാക്സേഷൻ, ഗവൺമെന്റ് എക്കണോമിയെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട്, അത് ഇൻഫ്ലേഷനും റെസിഷനും ഉണ്ടാകാതെ എക്കണോമിയെ സ്റ്റെബിലൈസ് ചെയ്യാനായിട്ട് 3 രീതിയിലാണ്. എങ്ങനെ? ടാക്സേഷൻ സിസ്റ്റത്തിലൂടെ, ടാക്സിങ്ങിലൂടെ. 2 ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂട്ടി കുറച്ച് റെഗുലേറ്റ് ചെയ്ത്. ദെൻ പബ്ലിക് ബോറോയിങ്സിലൂടെ. ഈ ഒരു രീതിയിലൂടെയൊക്കെയാണ് ഗവൺമെന്റ് എന്ത് ചെയ്യുന്നത്? ഗവൺമെന്റ് എക്കണോമിയെ സ്റ്റെബിലൈസ് ചെയ്യുന്നത്. നമ്മൾ പഠിച്ചൊരു കാര്യമാണ് കഴിഞ്ഞ ചാപ്റ്ററിൽ എന്ത് പഠിച്ചു? ചാപ്റ്റർ 4 പഠിച്ചു, ഇൻകം ഡിറ്റർമിനേഷൻ അത് പഠിച്ചു. എക്കണോമി എന്ത് ചെയ്യണം? ഇക്വിലിബ്രിയത്തിൽ എത്തുന്നത്. അതായത് എക്കണോമി ഇക്വിലിബ്രിയത്തിൽ എത്തിയെന്ന് പറയണമെങ്കിൽ എന്താണ്? AD = AS അല്ലേ? എക്കണോമിയിലെ ആഗ്രിഗേറ്റ് ഡിമാൻഡും ആഗ്രിഗേറ്റ് സപ്ലൈയും ഈക്വൽ ആകണം. എന്താണ്? എക്കണോമിയിലെ ആഗ്രിഗേറ്റ് ഡിമാൻഡും ആഗ്രിഗേറ്റ് സപ്ലൈയും ഈക്വൽ ആകുമ്പോഴാണ് എന്ത് വിളിക്കുന്നത്? ഇക്വിലിബ്രിയം എന്ന് വിളിക്കുന്നത്. ഇതെന്ത് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 2 സെക്ടർ എക്കണോമി ആണോ? 3 സെക്ടർ എക്കണോമി അല്ലേ? 3 സെക്ടർ എക്കണോമിയെ പറ്റിയാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മളിപ്പം 3 സെക്ടർ എക്കണോമിയിലാണ് നിൽക്കുന്നത്. 2 സെക്ടർ എക്കണോമി വരുമ്പോൾ ആരൊക്കെ ഉണ്ട് അവിടെ? ഫേം, പിന്നെ ഇൻഡിവിജ്വൽ ഉണ്ടായിരുന്നു അല്ലെ, ഹൗസ് ഹോൾഡ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ആരോട് ആഡ് ആയിട്ടുണ്ട് അവിടെ? അവിടേക്ക് ഗവൺമെന്റ് കൂടി വന്നിട്ടുണ്ട്. ഗവൺമെന്റും കൂടി ആഡ് ആയി. ആഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? ആഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ ഇക്വേഷൻ C+I അല്ലെ? C+I എന്നായിരുന്നു ആഗ്രിഗേറ്റ് ഡിമാൻഡ് 2 സെക്ടർ എക്കണോമിയിൽ. അവിടെ 2 ആളുകളേ ഉള്ളൂ, ഫേമും ഇൻഡിവിജ്വലും. ഫേമിന്റെ ഭാഗത്താണ് എന്ത്? ഫേമിന്റെ ഭാഗത്തുനിന്ന് I അല്ലെ, ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറും, ഇൻഡിവിജ്വലിന്റെ ഭാഗത്തുനിന്ന് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചറും സിയുമാണ് ഉണ്ടാകുന്നത്. ഇപ്പൊ ഇവിടെ ആരുടായി? ഇവിടെ ഗവൺമെന്റുടായപ്പം C+I+GI. C+I+GI. ഓക്കെ, C+I+GI. C+I+GI. നേരത്തെ എന്താണ് ഇക്വേഷൻ എന്തായിരുന്നു? നേരത്തെ ഇക്വേഷൻ അനുസരിച്ച് സിയുടെ ഇക്വേഷൻ ആണ് കൺസപ്ഷൻ എക്സ്പെൻഡിച്ചറിന്റെ ഇക്വേഷൻ C ബാർ അല്ലെ, ഓട്ടോണമസ് കൺസപ്ഷൻ പ്ലസ് CY, MPC ഓഫ് എന്ത്? MPC ഓഫ് ഇൻകം എന്നായിരുന്നു. C ബാർ പ്ലസ് CY എന്നായിരുന്നു ഇക്വേഷൻ അല്ലെ. C ബാർ എന്ന് പറഞ്ഞ എന്താണ്? ഓട്ടോണമസ് കൺസപ്ഷൻ. ദെൻ സ്മോൾ ലെറ്റർ C എന്ന് പറഞ്ഞാൽ MPC, മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂമർ. Y എന്തായിരുന്നു? ഇൻകം. ഇതായിരുന്നു ഇക്വേഷൻ. ദെൻ ഐയുടെ ഇക്വേഷൻ I ബാർ ആയിരുന്നു. പക്ഷേ ഇവിടെ ഗവൺമെന്റിയുടെ വരുമ്പം GI, അത് അതായത് നമ്മൾ പഠിച്ചെന്താണ്? ഇൻവെസ്റ്റ്മെന്റ് വരുമ്പോഴത്തേന് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ആണ് വരുന്നത്. എന്താണ്? ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് ആണ് വരുന്നത്. അതായത് അതൊരു അസംഷൻ എടുക്കും അല്ലെ, ഓട്ടോണമസ് ആണ് എന്ന് പറയുന്ന ഒരു അസംഷൻ ആണ് നമ്മളിവിടെ എടുക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുന്നു? നമ്മൾ അതിന്റെ റീസൺ ഒക്കെ ഇൻകം ഡിറ്റർമിനേഷൻ ചാപ്റ്റർ പഠിച്ചതാണ്. അതുപോലെ തന്നെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും ഓട്ടോണമസ് ആണെന്ന് പറയുന്നു. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറും ഇൻകമായിട്ട് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഓട്ടോണമസ് ആണെന്ന് പറയുന്നു. അതുകൊണ്ട് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിന് മേലൊരു ബാർ ഉണ്ട് അല്ലെ, G ബാർ എന്ന് കൊടുക്കും. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്താണ്? ഓട്ടോണമസ് ആയിട്ടാണ് വരുന്നത്. ഇവിടെ വരുമ്പം ഈ CY ഇൻകത്തിന് ഗവൺമെന്റിയുടെ വരുമ്പം അവിടെ ഇൻകത്തിന് കുറച്ച് ചേഞ്ചസ് വരുന്നുണ്ട്. ഇൻകത്തിന് കുറച്ചുകൂടെ ചേഞ്ചസ് അവിടെ സംഭവിക്കുന്നുണ്ട്. അതായത് ഒരു വ്യക്തിയുടെ ഇൻകത്തിൽ നിന്ന് എന്ത് കൊടുക്കേണ്ടി വരുന്നു? ഗവൺമെന്റിന് ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. എന്ത് കൊടുക്കേണ്ടി വരുന്നു? ഗവൺമെന്റിന് ടാക്സ് കൊടുക്കേണ്ടി വരുന്നു. കൂടാതെ ഗവൺമെന്റ് നമുക്ക് ട്രാൻസ്ഫർ റെസീപ്റ്റുകൾ ഉണ്ടാകുന്നു. ഗവൺമെന്റിന് നമുക്ക് എന്താണ് പെൻഷൻ കിട്ടുന്നു, ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് സ്കോളർഷിപ്പ്, ഗ്രാൻഡ് ഒക്കെ കിട്ടുന്നു. ഇതിനൊന്നും നമ്മൾ പേയ്മെന്റ് നമ്മൾ എന്താണ് ഒരു സർവീസും കൊടുക്കാതെ നമുക്ക് കിട്ടുന്നതാണ് അല്ലെ. ഗവൺമെന്റ് നമുക്ക് ഫ്രീ ആയിട്ട് തരുന്നതാണ് പെൻഷൻ. അത് നമ്മൾ ആ ഒരു ടൈമിൽ നമ്മളൊന്നും കൊടുക്കുന്നില്ല. പെൻഷൻ കിട്ടുന്നത് നമ്മൾ പാസ്റ്റ് ചെയ്ത സർവീസിനാണെങ്കിലും പെൻഷനൊക്കെ നമുക്ക് എന്താണ് നമുക്ക് കിട്ടുന്ന സമയത്ത്, അതായത് പെൻഷൻ നമ്മൾ വർക്ക് ചെയ്ത സമയത്ത് സാലറി കിട്ടി, പക്ഷെ പെൻഷൻ പിന്നീട് നമ്മൾ ഒരു സർവീസും ഗവൺമെന്റ് റെൻഡർ ചെയ്യാത്ത സമയത്താണ് പെൻഷൻ കിട്ടുന്നത്. പിന്നെ എന്ത് ചെയ്യുന്നു? ഗ്രാൻഡും സ്കോളർഷിപ്പ് ഒക്കെ ഗവൺമെന്റ് പ്രൊവൈഡ് ചെയ്യുന്നു. അപ്പൊ എന്താണ്? അതിനെയൊക്കെയാണ് ട്രാൻസ്ഫർ റിട്ടേൺസ് എന്ന് വിളിക്കുന്നത്. അതിനെയൊക്കെ എന്ത് വിളിക്കുന്നു? ട്രാൻസ്ഫർ റിട്ടേൺസ് എന്ന് വിളിക്കുന്നു. അപ്പൊ എന്ത് ചെയ്യണം? നമുക്ക് കിട്ടുന്ന ഇൻകത്തിൽ നിന്ന് ടാക്സസ് കുറയ്ക്കണം. ദെൻ ഗവൺമെന്റിന് കിട്ടുന്ന ട്രാൻസ്ഫർ റിസീപ്റ്റ്സുകൾ ആഡ് ചെയ്യണം. അപ്പൊ ഇവിടെ Y മാത്രമല്ല, ഇക്വേഷൻ വരുമ്പം ഒരു ചേഞ്ച് ഉണ്ട്. ഇങ്ങനെയല്ല വരുന്നത്. എങ്ങനെ വരും? കൺസപ്ഷൻ്റെ ഇക്വേഷന് എങ്ങനെ വരും? C ബാർ ഓട്ടോണമസ് കൺസപ്ഷൻ പ്ലസ് C, MPCയുടെ C, അതിന്റെ കൂടെ എന്ത് വരും? Y മൈനസ് T, ഇൻകത്തിൽ നിന്ന് ഗവൺമെന്റ് ടാക്സ് കുറയ്ക്കുക, പ്ലസ് അതിന്റെ കൂടെ ട്രാൻസ്ഫർ റെസീപ്റ്റുകൾ ആഡ് ചെയ്യുക. ദെൻ എന്താണ്? ഇൻവെസ്റ്റ്മെന്റ് വരുമ്പം ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഗവൺമെന്റിന്റെ വരുമ്പം ഓട്ടോണമസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് വരുന്നു. ഇക്വേഷൻ സോൾവ് ചെയ്യണം. മാക്സ് വന്നു. ഇക്വേഷൻ സോൾവ് ചെയ്യണം. C ബാർ അതുപോലെ തന്നെ കൊടുക്കുക.
then c into y cy minus c into t plus i c into t അതായത് ഇക്വേഷൻസ് ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്ത് കഴിയുമ്പോഴത്തേന് സി വൈ പ്ലസ് ഐ ദെൻ സി ടി ഐ സി ടി ആർ ഐ പ്ലസ് ഐ ബാർ പ്ലസ് ജി വൈ. ഇവിടെ നോക്കിക്കേ, നേരത്തെ നമ്മൾ ഇക്വേഷൻ സോൾവ് ചെയ്ത പോലെ ആണ് വരുന്നത്. ഏതാണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഇക്വേഷൻ ഇങ്ങനെ വരുന്നു. ആഗ്രിഗേറ്റ് സപ്ലൈക്ക് ചേഞ്ച് ഇല്ല. ടു സെക്ടർ എക്കണോമി പറയുന്ന പോലെ ആഗ്രിഗേറ്റ് സപ്ലൈ ഈസ് ഈക്വൽ ടു ഇൻകം എന്ന് പറയുന്ന അതേ ഇക്വേഷൻ തന്നെ വരുന്നു. നമുക്കിനി എഴുതി നോക്കാം. ഈക്വിലിബ്രിയം വരുമ്പം ആഗ്രിഗേറ്റ് ഡിമാൻഡ് ഈസ് ഈക്വൽ ടു ആഗ്രിഗേറ്റ് സപ്ലൈ, അല്ലെങ്കിൽ എങ്ങനെ എഴുതാം, ആഗ്രിഗേറ്റ് സപ്ലൈ ഈസ് ഈക്വൽ ടു ആഗ്രിഗേറ്റ് ഡിമാൻഡ് എന്ന് എഴുതി. അതിൻ്റെ അർത്ഥം എന്താണ്? ആഗ്രിഗേറ്റ് സപ്ലൈ ഇൻകം വൈ ആണെന്ന് നമ്മൾ പഠിച്ചു. ദെൻ ആഗ്രിഗേറ്റ് ഡിമാൻഡിന് പകരം എന്ത് എഴുതാം? സി ബാർ പ്ലസ് സി വൈ പ്ലസ് സി ടി പ്ലസ് സി ആർ പ്ലസ് ഓട്ടോണമസ് ഇൻവെസ്റ്റ്മെന്റ് പ്ലസ് ഓട്ടോണമസ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ഓക്കെ, ഇവിടെ നോക്കിക്കേ, വൈ ഇക്വേഷൻസ് രണ്ടെണ്ണം ഉണ്ട് അല്ലേ? വൈ ഇക്വേഷൻസ് രണ്ടുണ്ട്. അപ്പോൾ അത് ഒരു സൈഡിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട്, നമുക്ക് ഇക്വേഷൻ സിംപ്ലസ്റ്റ് ഫോമിലേക്ക് എത്തിക്കാനായിട്ട് വൈ മൈനസ് സി വൈ ഇസ് ഈക്വൽ ടു ഓട്ടോണമസ് കൺസപ്ഷൻ പ്ലസ് സി ടി. ഓക്കെ, അതും ഓട്ടോണമസ് ആവും. സി ആർ അതും ഓട്ടോണമസ് ആവും. എന്താ ഇൻവെസ്റ്റ്മെന്റ് ഓട്ടോണമസ്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഓട്ടോണമസ്, ഇത്രയും ഐറ്റംസ് എല്ലാം ഓട്ടോണമസ് ആണ് അല്ലേ? y മൈനസ് സി വൈ ഇസ് ഈക്വൽ ടു എന്തെന്ന് എഴുതാം? ഓട്ടോണമസ് ആയതുകൊണ്ട് ടോട്ടലി ഓട്ടോണമസ് എഴുതാം അല്ലേ? ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ എന്ന് കൊടുക്കാം. ദെൻ ഇവിടെ y കോമൺ അല്ലേ? ലെഫ്റ്റ് സൈഡ് y കോമൺ ആയതുകൊണ്ട് കോമൺ y എടുത്തു, 1 മൈനസ് സി എന്ന് വരും. ദാറ്റ് ഈസ് ഓട്ടോണമസ്. y ഇൻറ്റു 1 മൈനസ് സി എന്താണ്? ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ എന്ന് വന്നു. അപ്പം y ആണ് നമുക്ക് വേണ്ടത്, ഇക്വിലിബ്രിയം y വേണം. ദാറ്റ് ഈസ് ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ ഡിവൈഡഡ് ബൈ 1 മൈനസ് സി. ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ എന്ന് പറഞ്ഞാൽ ഇത്ര ഐറ്റമാണ്. അപ്പം 3 സെക്ടർ എക്കണോമിയിലെ ഓട്ടോണമസ് ഇക്വേഷനും 2 സെക്ടർ എക്കണോമിയിലെ ഓട്ടോണമസ് ഇക്വേഷനും സെയിം ആണ് അതല്ലേ? 2 സെക്ടർ എക്കണോമി നമ്മൾ പഠിച്ചു ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ ഡിവൈഡ് ബൈ 1 മൈനസ് സി. ഇവിടെയും പഠിച്ചു ഓട്ടോണമസ് എക്സ്പെൻഡിച്ചർ ഡിവൈഡ് ബൈ 1 മൈനസ് സി. പക്ഷേ 3 സെക്ടർ എക്കണോമി വരുമ്പോൾ അവിടെ ഗവൺമെന്റിയുടെ വരുമ്പോൾ ഓട്ടോണമസിന്റെ ഇക്വേഷൻ കുറച്ച് വലുതായി. സി ബാർ പ്ലസ് സി ടി പ്ലസ് സി ആർ പ്ലസ് ഐ പ്ലസ് ജി എന്നായി. മറ്റടുത്ത് വരുമ്പോൾ ഈ സി ടിയോ സി ആറോ ഒന്നും ഇല്ല. സി ബാർ പ്ലസ് ഐ പ്ലസ് ജി എന്ന് മാത്രമേ, സി ബാർ പ്ലസ് ഐ അല്ലെങ്കിൽ ഓട്ടോണമസ് കൺസപ്ഷൻ പ്ലസ് ഇൻവെസ്റ്റ്മെന്റ് എക്സ്പെൻഡിച്ചറിനെ ഉള്ളായിരുന്നു. പക്ഷെ ഇവിടെ വരുമ്പം ഗവൺമെന്റ് ഐറ്റംസ് വരുന്നുണ്ട്. ഓക്കെ, ഇതാണ് ഇക്വിലിബ്രിയത്തിന്റെ ഇക്വേഷൻ. ഓക്കെ, അപ്പം എങ്ങനെയാ വരുന്നത്? ഗ്രാഫ് വരുമ്പം ഞാനും വരയും തമ്മിൽ ചേരില്ല, അത് നിങ്ങൾക്ക് നേരത്തെ അറിയാമല്ലോ. ഞാൻ വരച്ചു കഴിഞ്ഞാൽ വളരെ വളരെ മോശമാണ്. aggregate demand, aggregate supply equations. Aggregate demand of C bar plus I bar plus G. ഗവൺമെന്റ് അല്ലേ? ഈ ഒരു ഇക്വേഷൻ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. ഇനി ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചർ കൂടുന്നു, അതൊന്ന് നോക്കാം. ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചേഴ്സ് കൂടുന്നു. ഓക്കെ, അതായത് ആഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ ഇക്വേഷൻ എന്താ വരുന്നത്? aggregate demand equation C bar plus I bar plus T, consumption expenditure plus investment expenditure plus government expenditure ആണ് വരുന്നത്. ഒരു എക്സാമ്പിളിന് ഇത് 10, ഇത് 5, ഇത് 6 ആണെങ്കിൽ എത്ര ടോട്ടൽ? എത്ര? 21 എന്ന് വരും അല്ലേ? 21 ആണ് ആഗ്രിഗേറ്റ് ഡിമാൻഡ്. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂടി, മറ്റേ രണ്ടും 10 and 5 ആണ്. ദെൻ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ 8 ആയി കഴിയുമ്പോൾ എന്ത് സംഭവിച്ചു? ആഗ്രിഗേറ്റ് ഡിമാൻഡ് 23 ആയി. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കുറഞ്ഞു, എന്ത് സംഭവിച്ചു? ആഗ്രിഗേറ്റ് ഡിമാൻഡ് 20 ആയി കുറഞ്ഞു. ഓക്കെ, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിന് വരുന്ന ചേഞ്ച് ആഗ്രിഗേറ്റ് ഡിമാൻഡിനെ എഫക്റ്റ് ചെയ്യും. അങ്ങനെ ഇരിക്കുന്ന സ്ഥിതിക്ക്, അങ്ങനെ വരുമ്പോൾ ഒരു ആഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് സപ്ലൈയുടെ ഇക്വിലിബ്രിയം വരുന്ന ഒരു ഗ്രാഫ്, എ ഡി ഗ്രാഫും എ എസ് ഗ്രാഫുമാണിത്. ഇക്വിലിബ്രിയം പോയിന്റ് ഇത്, അതിൻ്റെ നേരെയുള്ള ഇൻകമാണ് ഇക്വിലിബ്രിയം ഇൻകം വരുന്നത്. ഓക്കെ, ദെൻ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ ആഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടും. അപ്പം ഗ്രാഫ് എങ്ങനെയായി? ഗ്രാഫ് കുറച്ചുകൂടെ അപ്വേർഡ് ആവും അല്ലേ? ന്യൂ ആഗ്രിഗേറ്റ് ഡിമാൻഡിന്റെ ഗ്രാഫായി. എന്ത് സംഭവിച്ചു?
ഇക്വിലിബ്രിയം ഇൻകം കൂടി, ഇക്വിലിബ്രിയം ഇൻകം കൂടുന്നു. ഓക്കെ, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് വരുന്ന ചേഞ്ച് എന്ത് ഇക്വിലിബ്രിയം ഇൻകത്തിനെ അഫക്റ്റ് ചെയ്യുന്നു. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ ഇക്വിലിബ്രിയം കൂടുന്നു. ഇനി ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കുറഞ്ഞു കഴിയുമ്പോഴോ, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കുറഞ്ഞു കഴിയുമ്പോൾ ആഗ്രിഗേറ്റ് ഡിമാൻഡും കുറയും. ആഗ്രിഗേറ്റ് ഡിമാൻഡ് പറയുമ്പോൾ ഇക്വേഷൻ പുതിയത് നോക്കിയേ, ഇൻകം ലെവലും കുറഞ്ഞു. ഓക്കെ, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് വരുന്ന ചേഞ്ച് ആഗ്രിഗേറ്റ് ഡിമാൻഡിനെ അഫക്ട് ചെയ്യുന്നു, അതനുസരിച്ച് ഇക്വിലിബ്രിയം ഇൻകത്തിന് ചേഞ്ച് വരുന്നു. ഇത് പറയുന്ന ഒരു മൾട്ടിപ്ലയർ ഉണ്ട്, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ. എന്താണ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ? ഇറ്റ് ഈസ് റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ ഇൻകം ആൻഡ് ചേഞ്ച് ഇൻ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് വരുന്ന ചേഞ്ച് എങ്ങനെ ഇൻകത്തിനെ അഫക്ട് ചെയ്യും, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് വരുന്ന ചേഞ്ച് എന്ത് പ്രൊപ്പോർഷനേറ്റ് ആയിട്ട്, എന്ത് റേഷ്യോയില് എന്ത് നമ്മുടെ ഗവൺമെന്റ് ഇൻകത്തിനെ അഫക്ട് ചെയ്യും, ഇക്വിലിബ്രിയം ഇൻകത്തിനെ അഫക്ട് ചെയ്യും എന്ന് പറയുന്ന മൾട്ടിപ്ലയർ ആണ്, ആ റേഷ്യോ ആണ് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ. അതായത് ചേഞ്ച് ഇൻ income divided by change in government expenditure, that is 1 divided by 1 minus C. C എന്താണ്? autonomous marginal propensity to consumer. ഇതുപോലെ തന്നെ ടാക്സ് വരത്തില്ലേ, നമ്മുടെ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിന്റെ ഇക്വേഷൻ എന്താണ്? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോഴത്തേന് അവിടെ എന്തൊക്കെയുണ്ട്? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇൻകത്തിനകത്ത് ആ ഇക്വേഷൻ ഇല്ലേ, ഇൻകം എങ്ങനെ വരുന്നത്? y മൈനസ് സി പ്ലസ് ടി ആർ എന്നാണ് വരുന്നത് അല്ലേ, y മൈനസ് സി പ്ലസ് ടി ആർ. അതായത് ഒരാളുടെ ഇൻകം 100 രൂപയായിരുന്നു, ടാക്സ് 20 രൂപ പ്ലസ് ട്രാൻസ്ഫർ പേയ്മെന്റ് 30 രൂപ, എത്രയായി? 80 പ്ലസ് 110 അല്ലേ, 110 ഇൻകം 110 എന്ന് വരും. ടാക്സ് കൂടി, ഗവൺമെന്റ് ടാക്സ് കൂടി കഴിയുമ്പോഴോ, ടാക്സ് 30 രൂപയാക്കി ആകുമ്പോൾ 100 മൈനസ് 30 പ്ലസ് 30 എത്രയായി? 100 ആയി. ഗവൺമെന്റ് ടാക്സ് കൂട്ടി കഴിയുമ്പോൾ അത് ഇൻകത്തിനെ അഫക്ട് ചെയ്യും. ടാക്സ് കൂടി കഴിയുമ്പോൾ ഇൻകത്തിനെ അഫക്ട് ചെയ്യും അല്ലേ, ടാക്സ് എന്ത് ചെയ്യും? ഇൻകത്തിനെ അഫക്ട് ചെയ്യും. അതിപ്പോൾ എന്ത് സംഭവിക്കും? ഇതും എന്തിനെ അഫക്ട് ചെയ്യും? അപ്പം ഗവൺമെന്റിന്റെ ടാക്സിന് വരുന്ന ചേഞ്ച്, ഗവൺമെന്റ് ഇമ്പോസ് ചെയ്യുന്ന ടാക്സിന് വരുന്ന ചേഞ്ച് ഇൻകം ലെവലിനെ അഫക്ട് ചെയ്യും എന്ന് പറയുന്ന മൾട്ടിപ്ലയർ ആണ് ടാക്സ് മൾട്ടിപ്ലയർ. ടാക്സ് മൾട്ടിപ്ലയർ ഇസ് എ റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ ഇൻകം ആൻഡ് ചേഞ്ച് ഇൻ ടാക്സ്. ടാക്സിന് വരുന്ന ചേഞ്ച് എങ്ങനെ ഇൻകത്തിനെ അഫക്ട് ചെയ്യും എന്ന് പറയുന്ന റേഷ്യോയാണ് എന്ത്? ടാക്സ് മൾട്ടിപ്ലയർ. ടാക്സ് മൾട്ടിപ്ലയർ ഇസ് എ നെഗറ്റീവ് മൾട്ടിപ്ലയർ. അതായത് ടാക്സ് കൂടുമ്പം നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ, ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂടുമ്പം അതുപോലെ തന്നെ കൂടുകയാണ് എന്ത്? ഇൻകം അല്ലെ. എക്സ്പെൻഡിച്ചർ കൂടുമ്പോൾ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യുന്നു? ആഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടുന്നു, ഇൻകം കൂടുന്നു. അവിടെ ഇൻക്രീസ് ആൻഡ് ഇൻക്രീസാ. പക്ഷേ ടാക്സ് കൂടുമ്പോൾ ഇൻകം കുറയത്തില്ലേ, ടാക്സ് കൂടുമ്പോൾ ഇൻകം കുറയും. അപ്പൊ എന്താണ് അവിടെ ഓപ്പോസിറ്റ് ആൻഡ് ഓപ്പോസിറ്റ് വരുന്നതുകൊണ്ട് നെഗറ്റീവ് ആണ്. നമ്മൾ ഡിമാൻഡിന്റെ കാര്യത്തിൽ പറഞ്ഞ പോലെ എന്താണ്, പ്രൈസ് കൂടുമ്പോൾ ഡിമാൻഡ് കുറയുന്നു, ഓപ്പോസിറ്റ് ആൻഡ് ഓപ്പോസിറ്റ് അവിടെ നെഗറ്റീവ് വരുന്ന പോലെ ടാക്സ് മൾട്ടിപ്ലയറിന്റെ കേസ് ടാക്സിന്റെ വരുമ്പോൾ എന്താണ്, ടാക്സ് കൂടുമ്പോൾ ഇൻകം കുറയുന്നു. അതുകൊണ്ട് ഒരു ടാക്സ് മൾട്ടിപ്ലയർ ഒരു നെഗറ്റീവ് മൾട്ടിപ്ലയർ ആണ്. MCQ ക്വസ്റ്റ്യൻ ചോദിക്കാം. ഇഫ് ദ എമൗണ്ട് ഓഫ് ലംസം ടാക്സ് ഡിക്രീസസ് ഇക്വിലിബ്രിയം ഇൻകം വിൽ ഇൻക്രീസ്. അതായത് ഗവൺമെന്റിന്റെ ടാക്സ് റേറ്റ് കുറയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഇക്വിലിബ്രിയം ഇൻകം കൂടുന്നു. ടാക്സ് കൂടുമ്പം ഇക്വിലിബ്രിയം ഇൻകം കുറയുന്നു. ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ. എന്താണ് ബാലൻസ്ഡ് ബഡ്ജറ്റ് മൾട്ടിപ്ലയർ? എ ബാലൻസ്ഡ് ബഡ്ജറ്റ് മീൻസ് എ ചേഞ്ച് ഇൻ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ഈസ് എക്സാക്ട്ലി മാച്ച്ഡ് ബൈ ചേഞ്ച് ഇൻ ടാക്സസ്. ഗവൺമെന്റിന്റെ ടാക്സ് കൂടുന്നു, ഗവൺമെന്റ് ടാക്സ് റേറ്റ് കൂടുമ്പോൾ ഇതനുസരിച്ച് ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ കൂടത്തില്ലേ. ഗവൺമെന്റ് ടാക്സ് കൂട്ടി കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നുണ്ട്? ഗവൺമെന്റിന്റെ കൈ കുറച്ചുകൂടെ വരുമാനം വരുമ്പോൾ ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറും കൂടുന്നു. ഓക്കെ, അപ്പൊ എന്ത് ചെയ്യുന്നു? ഗവൺമെന്റിന്റെ എക്സ്പെൻഡിച്ചറിന് വരുന്ന ചേഞ്ച് അത് എന്താണ്? ഒരു എന്തുമായിട്ടാണ് മാച്ച് ചെയ്യുന്നത്? ചേഞ്ച് ഇൻ ടാക്സ്. ഗവൺമെന്റ് എക്സ്പെൻഡിച്ചറിന് ചേഞ്ച് വന്നിട്ടുണ്ടെങ്കിൽ നോർമൽ കേസിൽ എന്ത് കാരണമായിരിക്കും? ഗവൺമെന്റ് വരുത്തിയ ചേഞ്ച് മൂലം ആയിരിക്കാം. The explanatory effect of a balanced budget is called balanced budget multiplier or unit multiplier. Balanced budget multiplier-നെ unit multiplier എന്നും വിളിക്കാറുണ്ട്. അതായത് ഇൻക്രീസ് ഇൻ ഗവൺമെന്റ് സ്പെൻഡിങ് മാച്ച് ബൈ ഇൻക്രീസ് ഇൻ ടാക്സ് റിസൾട്ട് ഇൻ എ നെറ്റ് ഇൻക്രീസ് ഇൻ ഇൻകം ബൈ ദ സെയിം എമൗണ്ട്. അതായത് ഗവൺമെന്റ് ടാക്സ് നിരക്ക് കൂട്ടി, ഗവൺമെന്റ് ടാക്സ് കൂട്ടി കഴിയുമ്പോൾ ഗവൺമെന്റിന്റെ ഇൻകം കൂടിയില്ലേ. ഇൻകം കൂടുമ്പോൾ ഗവൺമെന്റ് എന്ത് ചെയ്യും? കൂടുതൽ എക്സ്പെൻഡിച്ചർ സംഭവിക്കും. ഗവൺമെന്റിന് കൂടുതൽ കാര്യങ്ങളിൽ എന്ത് ചെയ്യാൻ പറ്റും? ആക്ടിവിറ്റീസിൽ എൻഗേജ് ആകാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ചേഞ്ച് ഇൻ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ നമ്മൾ ഓൾറെഡി പഠിച്ചു. എന്ത്? ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ മൾട്ടിപ്ലയർ പഠിച്ചു. എന്ത് സംഭവിക്കുന്നു? ചേഞ്ച് ഇൻ ഗവൺമെന്റ് ഇൻകം എന്തിനെ അഫക്ട് ചെയ്യുന്നു? ഇൻകത്തിനെ അഫക്ട് ചെയ്യുന്നു. അപ്പൊ എന്താണ്? ഗവൺമെന്റ് ടാക്സ് കൂട്ടുമ്പോൾ ഗവൺമെന്റിന്റെ സ്പെൻഡിങ് കൂടുന്നു. അതുമൂലം ഗവൺമെന്റിന്റെ ഇൻകം എക്കണോമിയിലെ ഇൻകവും ഇൻക്രീസ് ആകുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ചേഞ്ച് ഇൻ ഇൻകം ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ടാക്സ് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ ഗവൺമെന്റ് എക്സ്പെൻഡിച്ചർ ആണ്. ട്രാൻസ്ഫർ റിട്ടേൺ മൾട്ടിപ്ലയർ. ഇറ്റ് ഈസ് എ റേഷ്യോ ബിറ്റ്വീൻ ചേഞ്ച് ഇൻ ഇൻകം ആൻഡ് ചേഞ്ച് ഇൻ ട്രാൻസ്ഫർ റിട്ടേൺസ്. വൈഡ് ഇക്വേഷൻ ആണ് y മൈനസ് ടി പ്ലസ് ടി ആർ.
ഓക്കെ, ടാക്സിന് ചേഞ്ച് വരുമ്പം അത് എന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? ഇൻകത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ ട്രാൻസ്ഫർ റിട്ടേൺസ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ റെസിപ്റ്റുകൾ, പെൻഷന് സ്കോളർഷിപ്പ്, ഗ്രാൻഡ്, ഇതിനൊക്കെ വരുന്ന ഇങ്ങനെയുള്ള ട്രാൻസ്ഫർ റിട്ടേൺസ് അല്ലെങ്കിൽ ട്രാൻസ്ഫർ റെസിപ്റ്റുകൾക്ക് വരുന്ന ചേഞ്ച് എന്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്? ഇൻകത്തിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓക്കെ, അത് പറയുന്ന മൾട്ടിപ്ലയർ ട്രാൻസ്ഫർ റിട്ടേൺ മൾട്ടിപ്ലയർ. അടുത്ത പ്രൊപ്പോർഷണൽ ടാക്സ്. എന്താണ് മക്കളെ പ്രൊപ്പോർഷണൽ ടാക്സ്? Proportional tax is a mechanism in which taxing authority charges same rate of tax from each taxpayer irrespective of income. നമ്മുടെ ഇൻകം ടാക്സ് നിങ്ങൾ അറിയാമല്ലോ. ഇൻകം ടാക്സ് എങ്ങനെയാ? ഞാൻ ഇൻകം ടാക്സ് അടയ്ക്കുന്നുണ്ട്, അംബാനിയും ഇൻകം ടാക്സ് അടയ്ക്കുന്നുണ്ട്. ഞങ്ങൾ രണ്ടും ഒരേ ടാക്സ് ആണ് അടയ്ക്കുന്നത്? അല്ല. എന്താ? അംബാനിക്ക് എന്നേക്കാളും ഇൻകം ഉണ്ട് അല്ലേ? എൻ്റെ 200-300 ഇരട്ടി ഇൻകം ആർക്കുണ്ട്? അംബാനിക്കുണ്ട്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്യുന്നുണ്ട്? അദ്ദേഹത്തിന്റെ ഇൻകത്തിന്റെ ലെവൽ അനുസരിച്ചുള്ള ടാക്സ് ആണ്. ഇൻകം കൂടിയത് മൂലം അദ്ദേഹം ആ ഒരു ലെവലിലുള്ള ടാക്സ് ആണ് പേ ചെയ്യുന്നത്. എൻ്റെ ഇൻകം ലെവൽ കുറവായതുകൊണ്ട് അതിന് ആ ക്രൈറ്റീരിയ അനുസരിച്ചുള്ള അതിന് ബേസ്ഡ് ആയിട്ടുള്ള ടാക്സ് ഞാനും പേ ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ പ്രൊപ്പോർഷണൽ ടാക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഈക്വൽ, എല്ലാ സിറ്റിസൺസിനും ഈക്വൽ ലെവല്. GST ഞാൻ പോയി ഇപ്പൊ ഇനി നമ്മുടെ പഴംപൊരിക്കൊക്കെ ഇനി 18% GST വരുന്നു അല്ലേ? പഴംപൊരിക്കൊക്കെ 18% GST വരുന്നു എന്ന് പറയുന്നു. ഞാൻ പോയി മേടിച്ചാലും അംബാനി പോയി മേടിച്ചാലും ഞങ്ങൾ രണ്ടുപേരും 18% GST അടയ്ക്കണം. ഞാൻ പോയി ഒരു ഫോൺ വാങ്ങിയാലും അംബാനി അതേ ഫോൺ തന്നെ വാങ്ങിയാലും ഞങ്ങൾ സെയിം ടാക്സ് റേറ്റുള്ള പേ ചെയ്യേണ്ടതായിട്ട് വരുന്നു. സെയിം GST നിരക്ക് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അവിടെ ഇൻകം മാറുന്നത്, അതായത് കസ്റ്റമേഴ്സിന്റെ ഇൻകത്തിനെ കൺസിഡർ ചെയ്യുന്നില്ല, സെയിം ലെവൽ ഓഫ് ടാക്സ് പേ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അതിനെയാണ് പ്രൊപ്പോർഷണൽ ടാക്സ് എന്ന് വിളിക്കുന്നത്. പ്രൊപ്പോർഷണൽ ടാക്സ് ഇസ് എ ടാക്സ് മെക്കാനിസം ഇൻ വിച്ച് ടാക്സിംഗ് അതോറിറ്റി, ആ ടാക്സ് പിരിക്കുന്ന ആള് അതായത് ഗവൺമെന്റ്, ചാർജസ് സെയിം റേറ്റ് ഓഫ് ടാക്സ് ഫ്രം ഈച്ച് ടാക്സ് പെയർ. എല്ലാ ടാക്സ് പേയേഴ്സിന്റെ കയ്യിൽ നിന്നും സെയിം ലെവൽ അല്ലെങ്കിൽ സെയിം റേറ്റിലെ ടാക്സ് ആര് പിരിക്കുന്നു? ഗവൺമെന്റ് പിരിക്കുന്നു. അതാണ് ഇൻകം നോക്കാതെ. അതാണ് പ്രൊപ്പോർഷണൽ ടാക്സ് എന്ന് പറഞ്ഞാൽ. അതായത് ലോവർ ക്ലാസ് ആയിക്കോട്ടെ, മിഡിൽ ക്ലാസ് ആയിക്കോട്ടെ, അപ്പർ ക്ലാസ് ആയിക്കോട്ടെ, എല്ലാവരും ഒരേ എമൗണ്ട് ടാക്സ് പേ ചെയ്യുന്നു. സിൻസ് ദ ടാക്സ് ഈസ് ചാർജ് അറ്റ് എ ഫ്ലാറ്റ് റേറ്റ് ഫോർ എവരി വൺ വെദർ ഏർണിംഗ് ഹയർ ഓർ ലോവർ ഇൻകം, അതായത് ഹയർ ഇൻകം പേഴ്സൺ ആണോ ലോവർ ഇൻകം പേഴ്സൺ ആണോ എന്നൊന്നും നോക്കാതെ എല്ലാവരും ഫ്ലാറ്റ് റേറ്റ്, അതായത് സെയിം റേറ്റിൽ ടാക്സ് പേ ചെയ്യുന്നത് കൊണ്ട് ഇതിനെ ഫ്ലാറ്റ് ടാക്സ് എന്നും വിളിക്കുന്നു. എന്ത് വിളിക്കുന്നു? ഇതിനെ ഫ്ലാറ്റ് ടാക്സ് എന്നും വിളിക്കുന്നു. ഓക്കെ, ഇത്രയുമാണ് ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, നിങ്ങൾ ഈ ക്ലാസ് കാണുക. പിന്നെ നമ്മുടെ നിങ്ങൾക്ക് 0 to A+ റിവിഷനിലും നമ്മൾ ഇതേ ചാപ്റ്റർ തന്നെ ഡീൽ ചെയ്യുന്നുണ്ട്. ഇതെല്ലാം കാണുക കേട്ടോ. എക്സാം നന്നായിട്ട് പഠിക്കുക. കുറച്ച് ദിവസം കൂടെ ഉള്ളൂ.